ലൈറ്റിങ് ഒരു റെഡ് ബ്ലൂ അങ്ങനെ ലൈറ്റിങ് മാറി മാറി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ ഷെയ്ഡിൽ ഈ മീനെ കാണാനായിട്ട് വളരെ രസമാണ്. നെക്സ്റ്റ് എക്സിബിറ്റ് ആയിട്ട് ഇവരിവിടെ വെച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ടാങ്കാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ടച്ച് ടാങ്ക് എന്നാണ്. കാരണം ഇതിലെ മീനുകളെ നമുക്ക് തൊടാൻ പറ്റും. അതിന് ഡീറ്റെയിൽസ് ഇവരിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബി കണക്റ്റഡ് വിത്ത് അണ്ടർ വാട്ടർ ലൈഫ് എന്നൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചില മത്സ്യങ്ങളെ തൊടാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളതിന് ട്രൈ ചെയ്തില്ല. കാരണം അതിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിന് ടച്ച് ചെയ്യാനൊന്നും നിന്നില്ല. പക്ഷെ കൊള്ളാം, വളരെ അധികം സ്റ്റാർ ഫിഷും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അധികം മീനുകളെ ഇവർ ഇതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടച്ച് ടാങ്കിന് ശേഷം പിന്നെയും കുറച്ച് സ്മോൾ എക്സിബിറ്റ് അക്വേറിയംസ് ഉണ്ട്. നമ്മൾ ആ വലിയ അക്വേറിയം അല്ലാതെ കണ്ട സെയിം സൈസിലുള്ള അക്വേറിയംസ് ഉണ്ട്. അതിൽ ഓരോ ഫിഷിൻ്റെയും ഡിസ്ക്രിപ്ഷനും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം മീനുകളുണ്ട്. മോസ്റ്റ് വെനമസ് ഫിഷ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉള്ള ഫിഷുകളുണ്ട്. നമുക്ക് എന്തായാലും അതിനെയും കൂടെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ മോസ്റ്റ് വെനമസ് ഫിഷ് ഇൻ ദ വേൾഡ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മീനാന്ന് പോലും നമുക്ക് തോന്നത്തില്ല, ഒരു കല്ല് കിടക്കാൻ പോലെ തോന്നത്തുള്ളൂ. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ കണ്ണനങ്ങുന്നതും ശ്വാസം വിടുന്നതും നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് കാണുന്നത് റീഫിലൊക്കെ കാണുന്ന ചെറിയ മീനുകളാണ്. അതിനെ കുറേ ടൈപ്പ് ഓഫ് മീനെ അവർ ഒരു ടാങ്കിൽ ഇട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഐറ്റം വരുന്നത് കെമഫ്ലാഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ്, ഫ്രോഗ് ഫിഷ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഈ ടാങ്കിൽ കുറേ നേരം തപ്പി നോക്കി അതിനൊന്ന് കാണാൻ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ സെക്ഷനിൽ നമ്മൾ നേരെ ചെല്ലുന്നത് വീണ്ടും ഒരു വലിയ അക്വേറിയത്തിൻ്റെ സെക്ഷനിലേക്കാണ്. ആദ്യം നമ്മൾ കണ്ട പോലത്തെ വലിയ ടാങ്കുകളാണ് ഇവിടെ. പക്ഷേ ഇതിൽ കൂടുതലും അലങ്കാര മത്സ്യങ്ങൾ പോലത്തെ മത്സ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇതിനെ അപ്പുറത്ത് മറ്റേ ഷാർക്കൊക്കെ ഉള്ള ടാങ്കിലിട്ടാൽ ചിലപ്പോൾ അതുങ്ങൾ ഇതിനെ കഴിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിനെ സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. റീസൺ ഒന്നും അറിയില്ല. പക്ഷേ ഇതിൽ നമുക്ക് അധികം വലിയ മീനുകളെ കാണാൻ പറ്റില്ല. ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ പോലത്തെ കുറച്ച് മീനുകൾ ഇവർ സെപ്പറേറ്റ് ആയിട്ടൊരു വലിയ ടാങ്കിലിട്ടിട്ടുണ്ട്. ഈ വലിയ ടാങ്കും കൂടെ കഴിഞ്ഞാൽ ഈ അക്വേറിയം എക്സിബിഷൻ അവസാനിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയാൽ ഒരു 4D തിയേറ്റർ ഉണ്ട് മുകളിൽ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവർ എൻ്റയർ ഖത്തറിലുള്ള മെയിൻ അട്രാക്ഷൻസ് നമ്മളെ ആ 4D എക്സ്പീരിയൻസിൽ കാണിക്കും. അതിൽ ബേർഡ് വ്യൂ, അങ്ങനെ ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട്. കൊള്ളാം, വളരെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ 4D അല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു 4D ആണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. Put on your 3D glasses and enjoy the show. Hello, are you there? Over there, please. Hey, I can see you right there. പിന്നെ ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്. പിന്നെ കിഡ്സിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളുണ്ട്. അങ്ങനെ വളരെയധികം അട്രാക്ഷൻസ് ഉള്ള ഒരു നല്ലൊരു ഏരിയയാണ്. നമ്മൾ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹമ്മദ് വിസിറ്റർ സെൻറ്റർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.